സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ലോഗോസ് ക്വിസിൻ്റെ മറ്റ് വീഡിയോസും അപ്ഡേഷൻസ് ലഭിക്കുന്നതായിട്ട് ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തുടർന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും 50 ചോദ്യങ്ങളും അവയുടെ 4 ഓപ്ഷൻസും അടങ്ങുന്ന മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ 1ഉം 2ഉം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ മുൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണാനായിട്ട് ആ ടെസ്റ്റിൽ പങ്കെടുക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ മോക്ക് ടെസ്റ്റിന്റെ വീഡിയോ അവസാനം വരെ കാണുക. കാണുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുള്ള അവസരമായിട്ടത് മാറുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലോഗോസ് ക്വിസിനായിട്ട് അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും കൂടി ഈ വീഡിയോ പങ്കുവയ്ക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തിരുത്തലുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന വീഡിയോയിൽ ആ കുറവുകളെല്ലാം പരിഹരിക്കാനും കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുത്താനും തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? ഓപ്ഷൻസ്: എ പരീശന്മാർ, ബി അപ്പസ്തോലന്മാർ, സി സദൂക്കായർ, ഡി ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി അപ്പസ്തോലന്മാർ. 2. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിൽ സിക്കമിൻ വൃക്ഷത്തോട് പറയാമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ കടൽക്കല്ല് പോലെ, ബി മല പോലെ, സി കടുകുമണിയോളം, ഡി കല്ലുപോലെ. ഉത്തരം ഓപ്ഷൻ സി കടുകുമണിയോളം. 3. മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കും. ആരോടാണ് യേശു പറഞ്ഞത്? എ ജനത്തോട്, ബി ശിഷ്യരോട്, സി പുരോഹിതന്മാരോട്, ഡി പരീശന്മാരോട്. ഉത്തരം ഓപ്ഷൻ ബി ശിഷ്യരോട്. 4. ഫരിസേയരുടെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദേവാലയത്തിലേക്ക് പോയത് ആരൊക്കെ? ഓപ്ഷൻസ്: എ ചുങ്കക്കാരൻ മാത്രം, ബി ഫരിസേയൻ മാത്രം, സി 2 പേരും, ഡി പുരോഹിതനും ലേവ്യനും. ഉത്തരം ഓപ്ഷൻ സി 2 പേരും. 5. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ ചുങ്കക്കാരൻ, ഓപ്ഷൻ ബി ശിഷ്യൻ, ഓപ്ഷൻ സി ഫരിസേയൻ, ഓപ്ഷൻ ഡി പുരോഹിതൻ. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയൻ. 6. ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യാൻ പോലും ധൈര്യപ്പെട്ടില്ല? ഓപ്ഷൻ എ കൈകൾ ഉയർത്താൻ, ഓപ്ഷൻ ബി കണ്ണുകൾ ഉയർത്താൻ, ഓപ്ഷൻ സി ശബ്ദം ഉയർത്താൻ, ഓപ്ഷൻ ഡി കൈയടിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി കണ്ണുകൾ ഉയർത്താൻ. 7. ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഓപ്ഷൻ എ ദൈവമേ എനിക്ക് സമ്പത്ത് തരണമേ, ബി പാപിയായി എന്നിൽ കനിയണമേ, സി എനിക്ക് കരുത്ത് തരണമേ, ഡി ദൈവമേ എനിക്ക് അനുഗ്രഹം തരണമേ. ഉത്തരം ഓപ്ഷൻ ബി ദൈവമേ
പാപിയായ എന്നിൽ കനിയണമേ. 8. കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആര്? ഓപ്ഷൻ എ ചുങ്കക്കാരൻ, ഓപ്ഷൻ ബി ഫരിസേയൻ, ഓപ്ഷൻ സി പുരോഹിതൻ, ഓപ്ഷൻ ഡി ശിഷ്യൻ. ഉത്തരം ഓപ്ഷൻ എ ചുങ്കക്കാരൻ. 9. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് കൊണ്ടുവന്നവർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ രോഗികളെ, ഓപ്ഷൻ ബി ശിശുക്കളെ, ഓപ്ഷൻ സി ചുങ്കക്കാരനെ, ഓപ്ഷൻ ഡി അന്ധരെ. ഉത്തരം ഓപ്ഷൻ ബി ശിശുക്കളെ. 10. ദൈവരാജ്യം ആരുടേതാണ്? ഓപ്ഷൻസ് എ ധനികരുടെ, ബി ശിശുക്കളെ പോലെയുള്ളവരുടെ, സി പുരോഹിതന്മാരുടെ, ഡി പരീശന്മാരുടെ. ഉത്തരം ഓപ്ഷൻ ബി ശിശുക്കളെ പോലെയുള്ളവരുടെ. 11. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ എന്തു ചെയ്യും? ഓപ്ഷൻ എ അതിൽ പ്രവേശിക്കുകയില്ല, ബി അനുഗ്രഹം ലഭിക്കുകയില്ല, സി രോഗം മാറുകയില്ല, ഡി രക്ഷപ്പെടുകയില്ല. ഉത്തരം ഓപ്ഷൻ എ പ്രവേശിക്കുകയില്ല. 12. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് ചോദിച്ചതാര്? ഓപ്ഷൻസ് എ ഒരു പണ്ഡിതൻ, ബി ധനികനായ ഒരു അധികാരി, സി ഒരു പരീശൻ, ഡി ഒരു ശിഷ്യൻ. ഉത്തരം ഓപ്ഷൻ ബി ധനികനായ ഒരു അധികാരി. 13. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ പറ്റി? ഓപ്ഷൻസ് എ രോഗശാന്തി, ബി രക്ഷ, സി സമ്പത്ത്, ഡി നിയമം. ഉത്തരം ഓപ്ഷൻ ബി രക്ഷ. 14. ജെറീക്കോയിൽ കണ്ടുമുട്ടിയ ധനികൻ ആര്? എ ബർത്തിമിയൂസ്, ബി സക്കേവൂസ്, സി ബറാബാസ്, ഡി നിക്കതമോസ്. ഉത്തരം ഓപ്ഷൻ ബി സക്കേവൂസ്. 15. സക്കേവൂസിന്റെ പേരിന്റെ അർത്ഥമെന്ത്? എ ശക്തൻ, ബി സമ്പന്നൻ, സി നീതിമാൻ ശുദ്ധൻ, ഡി അനുഗ്രഹീതൻ. ഉത്തരം ഓപ്ഷൻ സി നീതിമാൻ ശുദ്ധൻ. 16. യേശുവിനെ കാണാൻ സക്കേവൂസ് കയറിയ മരമേത്? ഓപ്ഷൻസ് എ അത്തിവൃക്ഷം, ബി ഒലിവ് വൃക്ഷം, സി സിക്കമൂർ വൃക്ഷം, ഡി സീതാഫലം. ഉത്തരം ഓപ്ഷൻ സി സിക്കമൂർ വൃക്ഷം. 17. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ആരോടാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ് എ നിക്കോദെമോസിനോട്, ബി സക്കേവൂസിനോട്, സി ശിമയോനോട്, ഡി ബർത്തിമേവൂസിനോട്. ഉത്തരം ഓപ്ഷൻ ബി സക്കേവൂസിനോട്. 18. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻസ് എ ബർത്തിമേവൂസ്, ബി സക്കേവൂസ്, സി പത്രോസ്, ഡി പൗലോസ്. ഉത്തരം ഓപ്ഷൻ ബി സക്കേവൂസ്.
19 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഏത് ഭവനത്തിന്? ഓപ്ഷൻസ്: എ ബർത്തിമേവുസിന്റെ, ബി സക്കേവൂസിന്റെ, സി ശിമയോന്റെ, ടി മർത്തായുടെ. ഉത്തരം ഓപ്ഷൻ ബി സക്കേവൂസിന്റെ. 20 മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ ജനങ്ങളെ പഠിപ്പിക്കാൻ, ബി നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ, സി നിയമം എഴുതാൻ, ഡി ക്ഷേത്രം പണിയാൻ. ഉത്തരം ഓപ്ഷൻ ബി നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 21 ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഉപമ ഏത്? എ നഷ്ടപ്പെട്ട ആടിന്റെ, ബി 10 നാണയത്തിന്റെ, സി നല്ല ശമരിയാന്റെ, ഡി വിതച്ചവന്റെ. ഉത്തരം ഓപ്ഷൻ ബി 10 നാണയത്തിന്റെ. 22 ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. ഏതുപമയുടെ അവസാനം? ഓപ്ഷൻസ്: എ നല്ല ശമരിയാന്റെ, ബി വിതച്ചവന്റെ, സി 10 നാണയത്തിന്റെ, ഡി നഷ്ടപ്പെട്ട ആടിന്റെ. ഉത്തരം ഓപ്ഷൻ സി 10 നാണയത്തിന്റെ. 23 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകം? എ യെശയ്യാ, ബി സങ്കീർത്തനങ്ങൾ, സി യിരെമ്യാവു, ഡി ദാനിയേൽ. ഉത്തരം ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ. 25 മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ കേട്ട് യേശുവിനെ പിടിക്കാൻ ആഗ്രഹിച്ചവർ ആര്? എ ജനങ്ങൾ, ബി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും, സി പരീശന്മാർ, ഡി ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 25 സീസറിന് നികുതി കൊടുക്കണോ എന്ന ചോദ്യം ചോദിച്ചത് ആര്? ഓപ്ഷൻസ്: എ പരീശന്മാർ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി ചാരന്മാർ, ഓപ്ഷൻ ഡി ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ചാരന്മാർ. 26 സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി? ഓപ്ഷൻ എ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ, ബി സീസറിനൊന്നും കൊടുക്കണ്ട, സി എല്ലാം ദൈവത്തിന് കൊടുക്കണം, ഡി നിയമപ്രകാരം മാത്രം കൊടുക്കണം. ഉത്തരം ഓപ്ഷൻ എ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 27 പുനരുദ്ധാനം നിഷേധിച്ച യഹൂദ വിഭാഗം ആരായിരുന്നു? ഓപ്ഷൻ എ പരീശന്മാർ, ഓപ്ഷൻ ബി സദുക്കായർ, ഓപ്ഷൻ സി ശിഷ്യർ, ഓപ്ഷൻ ഡി പുരോഹിതർ. ഉത്തരം ഓപ്ഷൻ ബി സദുക്കായർ. 28 വിവാഹം ചെയ്യുന്നതും ചെയ്തു കൊടുക്കുന്നതും ആരുടെ സ്വഭാവം? ഓപ്ഷൻസ്: എ സ്വർഗവാസികളുടെ, ബി ദൂതന്മാരുടെ, സി ഈ യുഗത്തിന്റെ സന്താനങ്ങളുടെ, ഡി ശിഷ്യരുടെ. ഉത്തരം ഓപ്ഷൻ സി ഈ യുഗത്തിന്റെ സന്താനങ്ങളുടെ. 29 ആരുടെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദൂഷിക്കും? ഓപ്ഷൻസ്: എ പുരോഹിതന്മാരുടെ, ബി യേശുവിന്റെ നാമം, സി നിയമത്തിന്റെ, ഡി ജനങ്ങളുടെ. ഉത്തരം യേശുവിന്റെ നാമം. 30 ശിഷ്യരുടെ എന്ത് നഷ്ടപ്പെടുകയില്ല എന്ന് യേശു പറഞ്ഞു? എ ഒരു വസ്ത്രവും, ബി ഒരു തലമുടി ഇഴ പോലും, സി ഒരു കൈപ്പഴയും, ഡി ഒരു വാളും.
ഉത്തരം ഓപ്ഷൻ ബി ഒരു തലമുടി ഇഴ പോലും. 31 പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര്. ഓപ്ഷൻസ്: എ വാഴ്ത്തുന്ന തിരുനാള്, ബി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, സി വിളവെടുപ്പ് തിരുനാൾ, ഡി തിരുനാൾ പെരുന്നാൾ. ഉത്തരം ഓപ്ഷൻ ബി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 32 സ്കറിയോത്ത എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യൂദാസ്, സി തോമസ്, ഡി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ ബി യൂദാസ്. 33 യൂദാസ് ആരെ സമീപിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ആലോചിച്ചു? എ ശിഷ്യരെ, ബി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും, സി ജനങ്ങളെ, ഡി പരീശന്മാരെ. ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 34 യേശുവിനെ ഒറ്റിക്കൊടുക്കാനായുള്ള പ്രതിഫലം എന്തായിരുന്നു? ഓപ്ഷൻസ്: എ വെള്ളി, ബി പണം, സി പൊന്ന്, ഡി ഭക്ഷണം. ഉത്തരം ഓപ്ഷൻ ബി പണം. 35 പ്രേക്ഷിത ദൗത്യത്തിനായി വാളില്ലാത്തവൻ എന്ത് വിറ്റ് പോലും വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞു? ഓപ്ഷൻസ്: എ തന്റെ വീട്, ബി തന്റെ കുപ്പായം, സി തന്റെ ഭൂമി, ഡി തന്റെ പണം. ഉത്തരം ഓപ്ഷൻ ബി തന്റെ കുപ്പായം. 36 യേശു പ്രാർത്ഥിക്കുവാൻ മാറി നിന്ന ദൂരം. എ 1 കിലോമീറ്റർ, ബി ഒരു കൈവശം, സി ഒരു കല്ലേറ് ദൂരം, ഡി ഒരു വഴി വിട്ടിടം. ഉത്തരം ഓപ്ഷൻ സി ഒരു കല്ലേറ് ദൂരം. 37 ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവെന്നാണ് തനിക്കെതിരെ വന്നവരോട് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്, ബി കവർച്ചക്കാരനെതിരെ എന്ന പോലെ, സി എന്തിന് വാളുമായി വന്നിരിക്കുന്നു, ഡി എന്തിന് വിളിച്ചു കൂട്ടം ചേർത്തു. ഉത്തരം ഓപ്ഷൻ ബി കവർച്ചക്കാരനെതിരെ എന്ന പോലെ. 38 എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. ആരോടാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരോട്, ബി പുരോഹിത പ്രമുഖന്മാർ, സേനാധിപന്മാർ, ജനപ്രമാണികൾ, സി ജനങ്ങളോട്, ഡി സ്ത്രീകളോട്. ഉത്തരം ബി പുരോഹിത പ്രമുഖർ, സേനാധിപന്മാർ, ജനപ്രമാണികൾ. 39 യേശുവിനെ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? ഓപ്ഷൻസ്: എ ഹെറോദോസിന്റെ, ബി പ്രധാനാചാര്യന്റെ, സി പീലാത്തോസിന്റെ, ഡി നിക്കതമോസിന്റെ. ഉത്തരം ഓപ്ഷൻ ബി പ്രധാനാചാര്യന്റെ. 40 നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച അപ്പസ്തോലൻ ആര്? ഓപ്ഷൻസ്: എ യോഹന്നാൻ, ബി പത്രോസ്, സി അന്ത്രയോസ്, ഡി തോമസ്. ഉത്തരം ഓപ്ഷൻ ബി പത്രോസ്. 41 യേശുവിനെ ശിക്ഷിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻസ്: എ ഹെറോദോസ്, ബി പീലാത്തോസ്, സി കയ്യഫാസ്, ഡി അന്നാസ്. ഉത്തരം ഓപ്ഷൻ ബി പീലാത്തോസ്. 42 ജനങ്ങളുടെ നിർബന്ധപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആര്? ഓപ്ഷൻസ്: എ സക്കേവൂസ്, ബി ബറാബാസ്, സി ബർത്തിമേവൂസ്, ഡി ശിമയോൻ. ഉത്തരം ഓപ്ഷൻ ബി ബറാബാസ്. 43 യേശുവിനെ കുരിശു ചുമക്കാൻ സഹായിച്ച വ്യക്തി ആര്? ഓപ്ഷൻസ്: എ ശിമയോൻ, ബി യോഹന്നാൻ, സി പത്രോസ്, ഡി തോമസ്. ഉത്തരം
ഓപ്ഷൻ എ ശിമിയോൻ. 44 കുരിശിന്റെ വഴിയിൽ കരഞ്ഞും മുറവിളി കൂട്ടിയും വന്നവർ ആര്? ഓപ്ഷൻസ് എ പുരുഷന്മാർ, ബി സ്ത്രീകളുടെ സമൂഹം, സി കുട്ടികൾ, ഡി ശിഷ്യർ. ഉത്തരം ഓപ്ഷൻ ബി സ്ത്രീകളുടെ സമൂഹം. 45 എമ്മൗസിലേക്കുള്ള വഴിയിൽ യേശു ശിഷ്യരോട് ചോദിച്ചത്. ഓപ്ഷൻസ് എ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്, ബി നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, സി നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, ഡി നിങ്ങൾ എന്തിനാണ് കരയുന്നത്. ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്. 46 എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര്. ഓപ്ഷൻസ് എ ക്ലയോപാസ്, ബി യോഹന്നാൻ, സി ബർത്തിമേവൂസ്, ഡി ശിമയോൻ. ഉത്തരം ഓപ്ഷൻ എ ക്ലയോപാസ്. 47 എമ്മാവൂസിൽ അപ്പം മുറിച്ചു കൊടുത്തത് ആര്? ഓപ്ഷൻസ് എ ക്ലയോപാസ്, ബി യേശു, സി പത്രോസ്, ഡി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ ബി യേശു. 48 ഗെത്സമേനിൽ ഒരു ശിഷ്യൻ വെട്ടിച്ചേദിച്ച ചെവി ആരുടേതായിരുന്നു? ഓപ്ഷൻസ് ഒരു പുരോഹിതന്റെ, ബി ഒരു സൈനികന്റെ, സി സേവകന്റെ വലത് ചെവി, ഡി ഒരു പരീശന്റെ. ഉത്തരം ഓപ്ഷൻ സി സേവകന്റെ വലതു ചെവി. 49 അത് യേശു എങ്ങനെ സുഖപ്പെടുത്തി? ഓപ്ഷൻസ് എ പ്രാർത്ഥിച്ച്, ബി ചെവി തൊട്ട്, സി കൈകൾ ഉയർത്തി, ഡി ശ്വാസം ഊതി. ഉത്തരം ഓപ്ഷൻ ബി ചെവി തൊട്ട്. 50 മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ വാക്കുകൾ പറയുന്നത് ആര്? ഓപ്ഷൻസ് എ ശിഷ്യർ, ബി ദൈവം, സി യേശു, ഡി പ്രവാചകൻ. ഉത്തരം ഓപ്ഷൻ സി യേശു. നമ്മളവർ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള 50 ചോദ്യങ്ങളുടെ 3ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. നാളെ രാവിലെ 10 മണിക്ക് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്താൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.